ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുടിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അവിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാസർഗോഡാണ് പഠിച്ചത്. അന്ന് തൊട്ട് എനിക്ക് അവിടുത്തെ അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ്. എനിക്ക് ഇവിടെ ഒരിടത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് മോള് വരുമ്പോഴത്തേക്ക് എന്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പഴമായിരുന്നു, അവിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചോദിച്ചപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുറത്ത് 60-70 രൂപ കൊടുത്ത് വാങ്ങണേം കാട്ടി വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പഴം എടുത്തിട്ട് നല്ലപോലെ ഇടിച്ച് പരത്തി, നമുക്ക് കൈകളുണ്ടല്ലോ, സ്പൂണൊക്കെ ഞാൻ ആക്ഷന് വേണ്ടി കാണിക്കുന്നത്, ശരിക്കും നല്ല കൈ കൊണ്ട് ഞെരടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലാതെ പറ്റുന്നില്ല. നിങ്ങൾ ഞാൻ ഇളക്കുന്ന കണ്ടാലേ മനസ്സിലായി ഇന്നൊന്നും ആവണ പോളൊന്നുമില്ല. അപ്പോൾ കുറച്ച് അധികം ഒരു 4-5 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക. എൻ്റെ മുഖം കണ്ട ശരിയാവില്ല, കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. ലാസ്റ്റ് ആ കൈ കൊണ്ട് മിക്സിയിൽ അടിച്ച പറ്റുന്ന കൈ കൊണ്ട്, നമുക്ക് കൈ ഉണ്ടല്ലോ ഗൈസ്, പിന്നെ വെറുതെ ഇതിൻ്റെ സ്പൂണ് അങ്ങനെ കൈ കൊണ്ടൊക്കെ നല്ല വരുത്തിയിട്ട്, പിന്നെ ഒരു ആപ്പിൾ ഉണ്ട്. അല്ലാതെ ഒന്നും ഈ കുട്ടികൾ ആപ്പിളൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവിൽ ഇത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കറുമുറാന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അവിലുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലെക്സ്. ഇതിരിക്കല്ലേ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ട് തീർത്താലേ പറ്റുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഇതൊരു വലിയ മണ്ടൻ ഗ്ലാസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാരയും പഴവും കൂടി ചേർത്ത് ഈ പഴം ഇടുക. പിന്നെ കുറച്ച് ആപ്പിൾ കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കോൺഫ്ലെക്സ്, അല്ലാതെ എൻ്റെ കയ്യിൽ കപ്പലാണ്ടി പീനട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടു. അപ്പോൾ കുറച്ചും കൂടി അധികം കറുമുറു കിട്ടും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അവിൽ, ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. 2-3, എനിക്കിത് വലിയ മണ്ടൻ ഗ്ലാസ് ആയതുകൊണ്ട് 2-3 ലെയറിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് മാറിയും തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പാല് കാണിക്കാൻ വിട്ടുപോയിട്ടാ. പാലുണ്ട്, അതിനിപ്പോൾ വഴിയേ വരും. അങ്ങനെ എന്താക്കി ഇതെല്ലാം ഒരു 2-3 ലെയറാക്കിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഇൻഗ്രീഡിയൻ്റ് പാലും കൂടി ഒഴിച്ചു കൊടുക്കും. പാല് ഞാൻ കാച്ചിയിട്ട് തണുപ്പിക്കാൻ വെച്ചാണ്. കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കണം. അപ്പോൾ കാച്ചിയിട്ട് അത് ചൂടാറാൻ വെച്ചിട്ട് അങ്ങനെ കുറച്ച് പാലൊഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ലെയർ വൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബൂസ്റ്റ് ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്ത് ഗൈസ്, അതൊന്നും കാണാനില്ല, ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടി കണ്ട ഈ ഒരു ലെയറായിട്ട് കിടക്കുകയാണ്. ഇനി ഇതിനെ നമ്മളൊരു സ്പൂൺ എടുത്ത് ഇളക്കി വേണം കഴിക്കാൻ. അല്ലാതെ ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഇളക്കി സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. 2-3 വായി കഴിച്ചതിന് ശേഷം ദൈവം ഇത് വീഡിയോ എടുത്തില്ല. ഞാൻ ആ ക്ലാസ്സിൻ്റെ അളവ് കുറഞ്ഞത് കണ്ട് ഞാനൊക്കെ കഴിച്ചതിന് ശേഷം കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അയ്യോ ഇതും കാണിക്കണ്ടേ പറഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.